നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ മുടക്കിയ പണം ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുറപ്പുള്ള അസറ്റ്സിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ശരിയായ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരാളെ ധനികനാക്കുമ്പോൾ തെറ്റായ തീരുമാനം മൂലമുള്ള നിക്ഷേപങ്ങൾ അയാളെ ദരിദ്രനാക്കി തീർക്കുന്നു. വ്യത്യസ്ത തരത്തിലുള്ള ആസ്തികൾ നമുക്ക് മുന്നിലുണ്ടെങ്കിലും അതിൽ നമുക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കുന്നതിലാണ് കാര്യം. കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ ഈ അസറ്റ്സിനെ നമുക്ക് രണ്ട് ഗ്രൂപ്പാക്കി തിരിക്കാം. ഒന്ന് നോൺ ഇൻകം ജനറേറ്റിംഗ് അസറ്റ്സും മറ്റൊന്ന് ഇൻകം ജനറേറ്റിംഗ് അസറ്റ്സും. നമ്മൾ താമസിക്കുന്ന നമ്മുടെ സ്വന്തം വീടും വാഹനങ്ങളും നമുക്കൊരിക്കലും വരുമാനം ഉണ്ടാക്കി തരുന്നില്ല എന്നു മാത്രമല്ല, പലപ്പോഴും മെയിൻ്റനൻസിനായി നല്ലൊരു തുക ചിലവാകാറുമുണ്ട്. ഒരിക്കലും വിൽക്കാനും ലാഭമുണ്ടാക്കാനും വേണ്ടിയല്ലെങ്കിലും സ്വന്തമായൊരു വീടും യാത്ര ചെയ്യാൻ വാഹനങ്ങളും നമ്മുടെ ആഗ്രഹത്തിൻ്റെ ഭാഗമായതിനാൽ ഇത് രണ്ടും ഒരു ഇമോഷണൽ അസറ്റ്സായി നമുക്ക് കണക്കാക്കാം. വർഷങ്ങൾ കൂടുന്തോറും മൂല്യം കൂടുന്ന വസ്തുക്കളാണ് റിയൽ എസ്റ്റേറ്റും ഗോൾഡും സ്റ്റോക്കുമെല്ലാം. ലഭ്യത കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് സ്ഥലത്തിനും സ്വർണത്തിനുമെല്ലാം വില കൂടി വരുന്നത്. 10 കൊല്ലം മുൻപുള്ള വിലയും ഇന്നത്തെ വിലയും ഇതിന് ഉദാഹരണമായി എടുക്കാം. ഭയമില്ലാതെ ഏതൊരാൾക്കും ഇൻവെസ്റ്റ് ചെയ്യാം എന്നതും ഇവയുടെ പ്രത്യേകതയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും വോളറ്റൈൽ ആയിരിക്കും. മുകളിലേക്കും താഴേക്കും പ്രൈസ് മൂവ് ചെയ്യുന്നത് മാർക്കറ്റിൻ്റെ പൊതു സ്വഭാവമാണ്. ദീർഘകാല അടിസ്ഥാനത്തിൽ മികച്ച കമ്പനികളുടെ ETF നിക്ഷേപങ്ങൾ പലപ്പോഴും ലാഭകരമായിരിക്കും. എല്ലാ കമ്പനികളും ഡിവിഡൻഡ് നൽകുന്നില്ല എന്ന കാരണത്തിനാലാണ് സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപങ്ങളെ നോൺ ഇൻകം ജനറേറ്റിംഗ് അസറ്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ കാരണം. അതുപോലെ തന്നെ ഗവൺമെൻറ് ഗ്യാരണ്ടിയോട് കൂടിയുള്ള പേപ്പർ ബോണ്ടുകൾ മറ്റൊരു നല്ല നിക്ഷേപ മാർഗം തന്നെയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ LIC നിക്ഷേപങ്ങൾ. പ്രീമിയം അടവ് തുടങ്ങുമ്പോൾ തന്നെ ഇൻഷുറൻസ് കവറേജും ദീർഘകാല പ്ലാനുകൾക്ക് നല്ല റിട്ടേണും ലഭിക്കുന്നു. ഗവൺമെൻറ് ഗ്യാരണ്ടി ഉള്ളതിനാൽ പണം നഷ്ടപ്പെടുമെന്ന ഭയവും ആവശ്യമില്ല. ഇത്രയും നേരം ദീർഘകാല അടിസ്ഥാനത്തിൽ മൂല്യം കൂടുന്നതും വിൽക്കുമ്പോൾ മാത്രം പണം ലഭിക്കുന്നതുമായ നോൺ ഇൻകം ജനറേറ്റിംഗ് അസറ്റ്സിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി സ്ഥിരമായി വരുമാനം നൽകുന്ന ഇൻകം ജനറേറ്റിംഗ് അസറ്റ്സിനെ പറ്റി നോക്കാം. വീടുകളും അപ്പാർട്ട്മെൻറ്റുകളും കടമുറികളും സ്ഥിരമായി എല്ലാ മാസവും വരുമാനം നൽകുന്ന അസറ്റ്സ് ആണ്. വലിയൊരു നിക്ഷേപം ആവശ്യമാണെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ മൂല്യം കൂടി വരുന്നതും പ്രതിമാസം സ്ഥിരമായൊരു വരുമാനം ലഭിക്കും എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. മറ്റൊരു ഇൻകം ജനറേറ്റിംഗ് അസറ്റാണ് റെൻ്റൽ കൊമോഡിറ്റീസ്. വാഹനങ്ങളും വ്യത്യസ്ത തൊഴിൽ ആവശ്യങ്ങൾക്കുള്ള ടൂൾസും ഇലക്ട്രോണിക് സാധനങ്ങളും വാടകയ്ക്ക് നൽകി സ്ഥിരമായൊരു വരുമാനം ഇതിലൂടെ ഉണ്ടാക്കാൻ കഴിയുന്നു. വളരെ ചെറിയ മുതൽ മുടക്കിൽ ഇവയെല്ലാം സ്വന്തമാക്കാനും റെൻറ്റിന് നൽകാനും കഴിയുമെന്നത് ഒരു പ്രത്യേകതയാണ്. എങ്കിലും കാലപ്പഴക്കത്തിൽ മൂല്യം കുറഞ്ഞു വരുമെന്നുള്ളതും മെയിൻ്റനൻസ് ആവശ്യമായി വരുന്നതും ഒരു പോരായ്മ തന്നെയാണ്. സ്ഥിരമായ ഡിവിഡൻഡ് നൽകുന്ന കമ്പനികളുടെ സ്റ്റോക്കുകളും ഗ്യാരണ്ടീഡ് ആനുവൽ ഇൻകം നൽകുന്ന ജീവൻ ഉത്സവ്, ഉമംഗ് പോലെയുള്ള ചില പേപ്പർ ബോണ്ടുകളും ഫിക്സഡ് ഡെപ്പോസിറ്റുകളുമെല്ലാം ഇൻകം ജനറേറ്റിംഗ് അസറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വരുമാനം നൽകുന്നതും അല്ലാത്തതുമായ വ്യത്യസ്ത തരത്തിലുള്ള ആസ്തികളെ പറ്റിയുള്ള ഈ അറിവുകൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബാലപാഠമാണെന്ന് മനസ്സിലാക്കുക. ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്ററായ വാറൻ ബഫറ്റ് പറഞ്ഞ പോലെ നിങ്ങളുടെ പണം ഒരിക്കലും നഷ്ടപ്പെടാതെ നോക്കുക. നിങ്ങൾ ഏതൊക്കെ അസറ്റ്സിലാണ് നിക്ഷേപിച്ചിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ സാമ്പത്തിക അറിവുകൾക്കായി വോയിസ് ഓഫ് മണി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.